ക്ലാസ് തുടങ്ങിയോ? ഇല്ലടാ, തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട്സ് കിട്ടിയായിരുന്നോ? കിട്ടിയിരുന്നല്ലോ. കിട്ടിയിട്ടില്ലേ തോന്നുന്നുണ്ട് കേട്ടാ. ഞാൻ ഇവിടെ ക്ലാസ് എഴുതിപ്പിച്ചത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഇനി അറിയില്ല. കിട്ടിയിട്ടുണ്ടോ? Good afternoon, Miss. Ma'am. ക്ലാസ്സിൽ ഓരോരുത്തർ പരിചയമേ ഉള്ളൂ അല്ലേ? ഓക്കെ, എല്ലാവരും എത്തിയോ? ക്ലാസ്സില് വന്നോണ്ടിരിക്കണല്ലോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ മനസ്സിലായില്ലേ? എല്ലാവരും ക്ലാസ് എടുത്തത്? യെസ് മാം, മനസ്സിലായി. ക്ലിയർ ആണ്? നോട്ടെല്ലാം കിട്ടിയില്ലേ? മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, വാല്യൂ ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടിയിരുന്നു. കിട്ടിയിരുന്നു. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി ഉണ്ടോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? എന്തോ കേട്ടില്ല? ജംഷീന, എന്താ ചോദിച്ചേ? കേട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ എല്ലാവരും. കിട്ടിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് കിട്ടിയവരെന്ന് പറയോ? കിട്ടിയിട്ടുണ്ട് മാം. ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ജംഷീന കേട്ടില്ലേ? ഓക്കെ, കേട്ടു. കേട്ടോ? ഓക്കെ ഓക്കെ. Then have you had your lunch? Yes ma'am. Yes ma'am. Okay. Yes ma'am. Yeah. Class എടുക്കാൻ റെഡി അല്ലേ? Yes ma'am. Yes ma'am. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് verb ആണ്. Okay, today's topic is verb. എന്താ verb? എന്താ? What is verb? verb എന്താ? Action. Yeah, ഒരു ക്രിയ ആണല്ലേ? It's an action. Action ആവാം, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആവാം അല്ലേ? ഓക്കെ ഓക്കെ. ആക്ഷൻ verb എന്താ? ആക്ഷൻ verb എന്താ? അവിടെ എന്താ? ഒരു പ്രവൃത്തി എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ? ഒരു ആക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് എന്ത്? ആക്ഷൻ verb എന്ന് പറയുന്നത് അല്ലെ? സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങോ? സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ നമുക്ക് ഡൈനാമിക് verb എന്നും പറയാം. ഓക്കെ, സ്റ്റേറ്റ് verb ഓർ ഡൈനാമിക് verb. നോട്ടില്ല എല്ലാവരുടെ കയ്യില്?
യെസ് മാം ഉണ്ട്. നോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ വെർബ് എന്ന് പറയുമ്പോ ആക്ഷൻ വെർബ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് വെർബ് ഉണ്ട് അല്ലെ. സ്റ്റേറ്റ് വെർബിനെ നമ്മള് ഡൈനാമിക് വെർബ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താ ആക്ഷൻ വെർബ് ഒക്കെ എന്തൊക്കെയാ വരാ? ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങൾ എന്താ ചെയ്യണേ? പറയൂ. പഠിക്കുന്നു. യെസ്, ഇൻ ഇംഗ്ലീഷ് പറയൂ. Study. ഇംഗ്ലീഷ് പറയൂ. പറയൂ. Learning. Learning, then study, then Listening. listening, writing അല്ലെ. ഇതൊക്കെ പറയാം അല്ലെ. ഇതൊക്കെ എന്താ ആക്ഷൻ അല്ലേ? ആണോ? ഞാനെന്താ ചെയ്യാ? ഞാനെന്താ ചെയ്യണേ? ടീച്ചിങ്. Teaching. ടീച്ച് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ദാറ്റ്സ് കോൾഡ് എന്താ ആക്ഷൻ വെർബ്. ഓക്കെ, ക്ലിയർ ആണോ? ആക്ഷൻ വെർബ് എന്താണ്? ക്ലിയർ അല്ലേ? കളിക്കുക, നടക്കുക, ഓടുക, ചാടുക, എന്ത് ആക്ഷൻ ചെയ്യുന്നോ അതെല്ലാം എന്താ ആക്ഷൻ വെർബ് ആണ്. അപ്പൊ എന്താ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താ? സ്റ്റേറ്റ് വെർബ് എന്താ? ഒരു സിറ്റുവേഷൻ അല്ലെ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്താ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയാ. ദർ ഇസ് നോ ആക്ഷൻ അല്ലെ. അവിടെ ആക്ഷനോ ഒന്നും ഉണ്ടാവില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അല്ലെ. ഷീസ് എ ബോയ്, ഷീസ് എ ഗേൾ അല്ലെ. ഷീസ് ഹംഗ്രി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. അവൻ വിശക്കുന്നുണ്ട് അല്ലെ. അവിടെ അവൻ ഭക്ഷണം കഴിക്കുകയാണെന്നാണ് പറയണെങ്കിലോ എന്താ വരാ? പറയൂ. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. എന്താ ആക്റ്റീവ് ഏതാ? പറയൂ. ഭക്ഷണം കഴിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ആക്റ്റീവ് ആക്ഷൻ വെർബാണ് വരാ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ. സോറി, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പോ ഇനി ആക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതെന്താ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാള് ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ആണ്. കാരണം ഈറ്റ്, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. സോ അത് ആക്ഷൻ വെർബ് ആണെന്ന് പറയാം. എന്നാൽ അയാൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ആൾക്ക് വിശക്കുന്നുണ്ട്, ഈ ഹംഗ്രി എന്ന് പറയുമ്പോൾ എന്താ അതൊരു സിറ്റുവേഷൻ ആണ്. സോ ദാറ്റ്സ് കോൾഡ് സ്റ്റേറ്റ് വെർബ് അല്ലെ. അപ്പൊ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും ക്ലിയർ അല്ല എല്ലാവർക്കും? റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണോ? യെസ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ആക്ഷൻ വെർബിന്റെ എക്സാമ്പിൾ നോക്കി. ഷീസ് ഡാൻസിങ് അല്ലെ. അവള് ഡാൻസ് കളിക്കുന്നു. ഷീസ് ഈറ്റിംഗ് ലഞ്ച് അല്ലെ. എന്താ ലഞ്ച് കഴിക്കുന്നു. അവിടേക്ക് എന്താ ആക്ഷൻ ഉണ്ട്. ഹീസ് ടീച്ചിങ് ദി സ്റ്റുഡന്റ്, കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെ. അതിലും ആക്ഷൻ ഉണ്ട്. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, എന്താ പക്ഷികള് ആകാശത്തില് പറക്കുകയാണ് അല്ലെ. പറക്കുക, ഫ്ലൈ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. ഫിഷ് സ്വിം ഇൻ വാട്ടർ, എന്താ വെള്ളത്തില് മീനുകൾ നീന്തുകയാണ്. സ്വിം എന്ന് പറയുന്നത് അവിടെ ഒരു ആക്ഷൻ ആണ്. സ്ക്വിറൽ ഈറ്റ് നട്ട്സ്, സ്ക്വിറൽ ഈറ്റ്സ് നട്ട്സ്, തിന്നുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. അപ്പൊ ആക്ഷൻ വെർബ് മനസ്സിലായി. സ്റ്റേറ്റ് വെർബിന് എക്സാമ്പിൾസ് നോക്കി. റാം ഈസ് എ ബോയ്, റാം ഒരു ആൺകുട്ടിയാണ് അല്ലെ. ഹീസ് ഹംഗ്രി, അവന് വിശക്കുന്നുണ്ട്. ദ സൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി, എന്താ സൂര്യൻ എന്താ ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുന്നുണ്ട് അല്ലെ. ഐ ആം ടയർഡ്, ഞാൻ അവശനാണ്. അതൊക്കെ എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദർ ഇസ് നോ ആക്ഷൻ അല്ലെ. ദ ഡോഗ് ഈസ് ബ്രൗൺ, ഡോഗിന്റെ കളർ എന്താ ബ്രൗൺ ആണ്. ഓക്കെ, അപ്പൊ എന്താ അവിടെ ആക്ഷൻ ഇല്ല അല്ലെ. അപ്പൊ ഇതെന്താണ് സ്റ്റേറ്റ് വെർബ് ആണ്. ഓക്കെ, അപ്പൊ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. തന്നെ നോക്കി, ഈ ആക്ഷൻ വെർബിൽ തന്നെ എന്താ മെയിൻ വെർബ് ഉണ്ട്. ഈ മെയിൻ വെർബും ആക്ഷൻ വെർബും സെയിം ആണ്. ഓക്കെ, ദെൻ എന്താ മെയിൻ വെർബിൽ എന്താ ഉള്ളത്? ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് അല്ലെ. അതെന്താണെന്ന് നോക്കാം. ട്രാൻസിറ്റീവ് വെർബ് എന്താ?
ട്രാൻസിറ്റീവ് വേർബ് ഓൾവേസ് ടേക്സ് ആൻ ഒബ്ജക്ട് അല്ലെ? എന്താ ഒബ്ജക്ട് ഉണ്ടായിരിക്കും, ആ സെന്റൻസിൽ ഒബ്ജക്ട് ഉണ്ടായിരിക്കും. ഒബ്ജക്ട് ഇല്ലാതെ ആ സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അതാണ് എന്ത് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഐ കോട്ട് എന്ന് പറഞ്ഞു. ഐ കോട്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ ചോദിക്കും എന്താണ് 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 പിടിച്ചത് അല്ലെ? എന്താണ് പിടിച്ചതെന്ന് വരില്ലേ? അപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല അല്ലേ? അപ്പൊ എന്താ ഐ കോട്ട് ദ ബോൾ. ബോൾ എന്ന് പറയുന്നതാണ് എന്ത് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഐ കോട്ട് ദ ബോൾ, ഞാൻ ബോൾ പിടിച്ചു എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ബോൾ ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ഇല്ലാതെ ഈ സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അതിനെന്താണ് പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ് എന്നാണ് പറയുന്നത് അല്ലെ? ഐ ക്ലോസ്ഡ് ഞാൻ എന്താ ക്ലോസ് ചെയ്തേ? ഡോർ ആണ് ക്ലോസ് ചെയ്തത് അല്ലെ? അപ്പൊ ഡോർ ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഇല്ലാതെ ഈ ഒരു സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആവില്ല അല്ലെ? അപ്പോ ട്രാൻസിറ്റീവ് വെർബിന് എപ്പോഴും ഒബ്ജക്റ്റ് ആവശ്യമാണ് അല്ലെ? നെക്സ്റ്റ് എക്സാമ്പിൾ ആരെങ്കിലും വായിച്ചേ? Anyone? We like the match. Yeah. അപ്പോ അവിടെ എന്താ? Match ആണ് ഒബ്ജക്റ്റ്. Yeah. We subject. Okay, ശരിയാ. I like ice cream. Yeah. Ice cream ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക. I subject ആണ്. His brother broke his mobile phone. അതിൽ മൊബൈൽ ഫോൺ ആണ് ഒബ്ജക്റ്റ്. Yeah, അവിടെ എന്താ മൊബൈൽ ഫോൺ ഇല്ലാതെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുമോ? No. ഇല്ല. അപ്പൊ അവിടെ അതെന്താണ് അപ്പോ? അത് ഒബ്ജക്റ്റ് ആണ്. മൊബൈൽ ഫോൺ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ എന്ത് വെർബ് ആണത്? ട്രാൻസിറ്റീവ് വെർബ്. ട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ബിന്ദു, can you hear me? ബിന്ദു കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ ബിന്ദു? Okay, no response. Then Shifna. Yes, ma'am. Yeah, അപ്പൊ എന്താണ് ട്രാൻസിറ്റീവ് വെർബ്? എന്താണ് ഒന്ന് പറയാമോ? എന്താണ് മനസ്സിലായെന്നുള്ളത്? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല ഈ ട്രാൻസിറ്റീവ് വെർബിൽ. ഇത് പറഞ്ഞതൊന്ന് ഇംഗ്ലീഷിൽ പറയാമോ? A transitive verb always takes an object. Okay, then A transitive verb which cannot complete without an object. the sentence cannot complete Without an object. an object. Okay, clear. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കാം. ഇൻട്രാൻസിറ്റീവ് വെർബ് അപ്പൊ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ട്രാൻസിറ്റീവ് വെർബിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ എന്തായിരിക്കും പറയൂ? ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താ? അതില് എന്താ പറയാ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഒബ്ജക്റ്റ് ഇല്ലാതെയും ആ സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആയിരിക്കും അല്ലേ? ഇൻട്രാൻസിറ്റീവ് വെർബ് does not take object. Okay, എക്സാമ്പിൾ നോക്കൂ. The old man laughed loudly. ഇവിടെ എന്താ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? എന്താ ആ ഓൾഡ് മാൻ എന്താ ഒച്ചത്തിൽ ചിരിച്ചു എന്നാ പറയുന്നത് അല്ലെ? അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. പക്ഷെ സെന്റൻസ് കംപ്ലീറ്റ് ആണ് അല്ലേ? ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയായിരുന്നു അല്ലെ? അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ബട്ട് സെന്റൻസ് ഇസ് കംപ്ലീറ്റ് അല്ലേ? ഹിസ് ഫാദർ അറൈവ്ഡ് ലാസ്റ്റ് നൈറ്റ്. എന്താ അവന്റെ അച്ഛൻ ഇന്നലെ രാത്രി വന്നു അല്ലെ എന്നാ പറയുന്നേ? അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല അല്ലേ? Your dog barks a lot. There is no object. Okay. But sentence is completed. അല്ലേ? അപ്പോ ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും എന്താണെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായില്ലേ? മനസ്സിലായി? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ, ക്ലിയർ ചെയ്ത് പോവാ നമുക്ക്. അപ്പൊ ആരെങ്കിലും ഒരു എക്സാമ്പിൾ കൂടെ പറയാവോ? ട്രാൻസിറ്റീവ് വെർബിനും ഇൻട്രാൻസിറ്റീവ് വെർബിനും എക്സാമ്പിൾ പറയാവോ ആരെങ്കിലും? മാം ഒന്നുകൂടി പറയോ? ട്രാൻസിറ്റീവ് വെർബിൽ എന്ന് പറയാം ഒബ്ജക്റ്റ് ഉണ്ടാവും. ഐ റീഡ് ദ ബുക്ക്. എന്താ ഒബ്ജക്റ്റ് ഇല്ലേ അവിടെ? ഞാൻ എന്താ ബുക്ക് വായിക്കുകയാണെന്നല്ലേ പറയാം. അപ്പൊ
ബുക്ക് എന്ന് പറയുന്നത് എന്താ? അവിടെ ഒബ്ജക്റ്റ് ആണ് അല്ലേ? ദെൻ എന്താ ഇൻട്രാൻസിറ്റീവ് എന്താ വരാ? She cried. She cried. അവള് കരയുകയാണ്. പക്ഷെ എന്താ അവിടെ ഒബ്ജക്റ്റ് ഇല്ല. പക്ഷെ സെന്റൻസ് എന്താ? കംപ്ലീറ്റ് ആണ് അല്ലെ? അവള് കരയുകയാണ്. ഷി വാസ് ക്രൈയിങ് എന്ന് പറയാം, ഷീ ഈസ് ക്രൈയിങ് എന്ന് പറയാം. ഇതൊക്കെ എന്താ? there is no object അല്ലേ? പക്ഷെ സെന്റൻസ് എന്താ? കംപ്ലീറ്റ് ആണ്. ശരിയല്ലേ? യെസ് മാം. മനസ്സിലായില്ലേ ഇപ്പോ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും? യെസ് മാം. അപ്പൊ എക്സാമ്പിൾ പറയാമോ ആരെങ്കിലും? ട്രാൻസിറ്റീവിന് ട്രാൻസിറ്റീവിന് ഐ ക്യാച്ച് ദ ബോൾ. Yeah. ഇൻട്രാൻസിറ്റീവിന് he slap. He slap. Okay. Then anyone? അനുശ്രീ കേൾക്കുന്നുണ്ടോ? അനുശ്രീ ഇല്ല, പോയോ? Then ആരാ? നീഹ റോസ് കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് പറയാവോ? രണ്ടിനും ഒന്നുകൂടി പറയോ? ക്വസ്റ്റ്യനോ? ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് മനസ്സിലായോ പറഞ്ഞത്? പറഞ്ഞേ, എന്താ മനസ്സിലായേ? പറയൂ, തീർച്ചയായും കുഴപ്പമില്ല, പറയൂ, പറയാതിരിക്കണ്ട, പറയൂ. മനസ്സിലായോ? ശ്രദ്ധിച്ചിരുന്നോ? ആൻസർ മീ, നീഹ. ട്രാൻസിറ്റീവ് വെർബില് സെന്റൻസിൽ എന്താ? ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് എന്താ? കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അല്ലേ? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ, ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞേ, ഒരു സെന്റൻസ് പറഞ്ഞേ. I throw the ball. I throw the ball. Yeah, എന്താ മീനിങ്? എന്താ? ഞാൻ ബോള് എറിഞ്ഞു. അതെ, അപ്പൊ അവിടെ ഒബ്ജക്റ്റ് എന്താ? ബോള്. ഓക്കെ, അപ്പൊ അതെന്ത് വെർബാ? അതെന്താ? ട്രാൻസിറ്റീവ് വെർബ് അല്ലേ? ട്രാൻസിറ്റീവ് വെർബ് ആണ് അല്ലേ? അതെ. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബിൽ എന്താ പറയാ? എക്സാമ്പിൾ പറ. ഇൻട്രാൻസിറ്റീവ് വെർബില് പറയൂ. I sit on the chair. അവിടെ ഒബ്ജക്റ്റ് ഇല്ലേ? ചെയർ ഒബ്ജക്റ്റ് അല്ലേ? ഉണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോ ഒന്നോട് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുക? നീ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ? I am listening. I am listening the class. ഓക്കെ, അതെന്താ? ഐ ആം ലിസണിങ് എന്ന് പറയുന്നത് എന്താ? ഇൻട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. there is no object അല്ലേ? ഒബ്ജക്റ്റ് ഇല്ല അല്ലേ? ഐ ആം തിങ്കിങ് അതൊക്കെ എന്താ? ഒബ്ജക്റ്റ് ഇല്ല. അപ്പോൾ സെന്റൻസ് കംപ്ലീറ്റ് അല്ലേ? ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ശ്രദ്ധിക്കുകയാണ് അല്ലെ? ഞാൻ പഠിക്കുകയാണ് അല്ലെ? അപ്പൊ ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. Okay, all clear? Ma'am. Yes, ma'am. Okay. Then നമ്മളിവിടെ പറഞ്ഞ പോലെ ആക്ഷൻ വെർബ് പറഞ്ഞു, സ്റ്റേറ്റ് ഓഫ് ബീയിങ് പറഞ്ഞു, മെയിൻ വെർബ് പറഞ്ഞു അല്ലെ? ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് പറഞ്ഞു. അടുത്തൊരു വെർബ് ആണ് എന്ത്? ഓക്സിലറി വെർബ് അല്ലെ? ഓക്സിലറി വെർബ് അഥവാ എന്താ? ഹെൽപ്പിംഗ് വെർബ് അല്ലെ? നോക്കിയേ, ഓക്സിലറി വെർബിൽ എന്താ? പ്രൈമറി ഓക്സിലറി വെർബ് ഉണ്ട്,
എന്താ മോഡൽ വേർബ് ഉണ്ട് അല്ലേ? പ്രൈമറിൽ എന്തൊക്കെയാ വരാ? ബി, ഈസ്, ആൻഡ്, വാസ്, വെയർ അല്ലെ? ഇതൊക്കെ എന്താ പ്രൈമറി ഓക്സിലറി വേർബ് ആണ്. ഡു, ഡിഡ്, ഡസ്, ഹാവ്, ഹാസ്, ഹാഡ് ഇതൊക്കെ എന്താ ഓക്സിലറി വേർബ് ആണ് അല്ലെ? മോഡൽ വേർബോ ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മസ്റ്റ്, മേ, മൈറ്റ്, ഓർ ഡു ഇതൊക്കെ എന്താ? ഇതൊക്കെ മോഡൽ വേർബ് ആണ് അല്ലെ? അപ്പൊ ഓക്സിലറി വേർബ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ നോക്കാം. കാരണം ഇത് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ വേർബ് ഇപ്പോ മനസ്സിലായോ എല്ലാവർക്കും? വെർബ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ആദ്യം വെർബുകളല്ലേ മിസ്സേ? ആ സമയത്ത് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായില്ല. എന്തോ ആദ്യം എടുത്തില്ലേ? ഇതിന് മുന്നേ ട്രാൻസിറ്റീവ് വെർബിന് മുന്നേ ആയിട്ട് എടുത്തില്ലേ? ഓക്കെ, ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ് അതൊക്കെയാണ്. ആ, ആക്ഷൻ വെർബില് ഒരു സെന്റൻസിൽ എപ്പോഴും ആക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോ ആരാ പേര് പറയാവോ? വിദ്യ. വിദ്യ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു ആക്ഷൻ അല്ലേ? ഒരു പ്രവൃത്തിയല്ലേ റൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതെന്താ? ആക്ഷൻ വേർബ് ആണ് അല്ലെ? പിന്നെന്താ? സ്റ്റേറ്റ് വേർബ് എന്ന് പറയുമ്പോൾ അതില് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പ്രവൃത്തി ഒന്നും ഉണ്ടാവില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. വിദ്യ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തിയുണ്ടോ? ഇല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിദ്യ ബ്യൂട്ടിഫുൾ ആണ് എന്നല്ലേ പറഞ്ഞേ? അതാണ് സ്റ്റേറ്റ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. സെന്റൻസിൽ എപ്പോഴും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. വിദ്യ ഈസ് റീഡിങ് എ ബുക്ക് എന്നാ പറയാ. അപ്പൊ എന്താ? വിദ്യ അവിടെ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോ വിദ്യ സ്ലീപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അവിടെ ഒന്നും ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അതാണ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ക്ലിയർ അല്ലേ? വേർബ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? എനി ഡൗട്ട്? നോ മാം, ക്ലിയർ. No, all clear. Okay, then moving on, the next topic, adverb. Adverb it is used to modify or describe a verb അല്ലെ? വെർബിനെ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? adverb എന്ന് പറയുന്നത്. ഓക്കെ, adverb എന്താ? ഒരു വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് adverb എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. He sings beautifully. He sings beautifully എന്ന് പറയുമ്പോൾ ഇവിടെ വെർബ് ഏതാ? സിംഗ് അല്ലെ? അപ്പൊ സിംഗിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെന്താ അവിടെ പറഞ്ഞേ? സിംഗ് ബ്യൂട്ടിഫുള്ളി. ബ്യൂട്ടിഫുള്ളി ആണ് അവിടെ എന്ത്? adverb ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. I opened the jar easily. ഇവിടെ എന്താ വെർബ് എന്താ വരിക? ഓപ്പൺ. ഓപ്പൺ ഈസിലി. ഓപ്പൺ അല്ലേ വരിക? വെർബ് ഓപ്പൺ. അഡ്വർബ് ഈസിലി. ഈസി ആണ്. സീന മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്യൂ. സോറി, മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് എപ്പോഴും മാറിപ്പോകും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ എന്താ? ഐ റോട്ട് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ റോട്ട് എന്ന് പറയുന്നത് വെർബിനെ എന്താ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ എന്താ അവിടെ കെയർഫുള്ളി യൂസ് ചെയ്തല്ലേ? എന്താ? ഞാൻ ശ്രദ്ധയോടെ വളരെ കെയർഫുള്ളി ആയിട്ട് എന്താ എഴുതി അല്ലെ? എഴുതി എന്ന് പറയാം അല്ലെ? അപ്പൊ കെയർഫുള്ളി ആണ് ഇവിടെ എന്ത്? adverb എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? എക്സാമ്പിൾ വായിക്കൂ. എന്തോ?
ടീച്ചർ ഈസ് ടീച്ചിങ് ക്വൈറ്റ്ലി. ഒന്നുകൂടെ പറയൂ. ഓക്കെ, ആഡ്വേർബ് എന്ന് പറയുന്നത് ഇപ്പൊ വെർബ് നമ്മൾ പഠിച്ചില്ലേ, ആ വെർബിനെ മോഡിഫൈ ചെയ്യാൻ, അതായത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയില്ലേ. ഇപ്പൊ ആരാ സംശയം ചോദിച്ച ആരാ? പേര് പറയാവോ? വാദി. വാദി. എന്തോ? വാദി. വാഹി. വാഹിയാണോ വാദിയാണോ? വാഹി. സ്വാതി. സ്വാതി. സ്വാതി മാം, സ്വാതി. ഓക്കെ ഓക്കെ, ഇത് കുറച്ച് സൗണ്ടിൽ പറയണേ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, സ്വാതി. ഇപ്പൊ സ്വാതി ഡാൻസ് ചെയ്യാന്ന് വിചാരിക്കൂ. ഇപ്പൊ സ്വാതി ഈസ് ഡാൻസിങ് എന്ന് എനിക്ക് പറയാം, പക്ഷെ ഞാനത് ഡാൻസിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വിചാരിക്കാം. സ്വാതി ഈസ് ഡാൻസിങ് വണ്ടർഫുള്ളി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഏതാ ആഡ്വർബ് ആയിട്ട് ഏതാ വരിക? സ്വാതി എങ്ങനെയാ ഡാൻസ് കളിച്ചേ? വണ്ടർഫുള്ളി. വണ്ടർഫുൾ ആയിട്ട് ഡാൻസ് കളിച്ചു അല്ലേ? അപ്പൊ ഈ വണ്ടർഫുള്ളി ആണ് അവിടെ എന്ത് ആഡ്വേർബ് എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ആരെങ്കിലും സ്വാതി എന്നെ എക്സാമ്പിൾ വായിക്കൂ. ഐ ഓപ്പൺ ദി ജാർ ഈസിലി. ഞാൻ അവിടെ വെർബ് ഏതാ? അവിടെ ആ സെന്റൻസ് ഒരു പ്രവൃത്തി ഉണ്ട്. എന്ത് പ്രവൃത്തി അവിടെ അല്ലേ? പ്രവൃത്തിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയാം. ഓപ്പൺ, തുറക്കുക, അതാണ് ഇവിടെ പ്രവൃത്തിയായിട്ട് വരുന്നത്, അതാണ് അവിടെ വെർബ്. ഓക്കെ, അപ്പൊ എങ്ങനെ തുറന്നു? ഈസിലി. അതാണ് അപ്പൊ ഈസിലി എന്താണ് അവിടെ? അഡ്വർബ്. ആഡ്വേർബ് ആണ്. അപ്പൊ വെർബും ആഡ്വേർബും മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, സോ അത് ക്ലിയർ. നെക്സ്റ്റ് ആരെങ്കിലും വായിക്കൂ. സീന. സീന നെക്സ്റ്റ് എക്സാമ്പിൾ ഒന്ന് വായിക്കാവോ? I brought it carefully. Brought verb, carefully adverb. ഓക്കെ, അപ്പൊ വെർബും ആഡ്വേർബും ക്ലിയർ അല്ലേ സീനക്ക്? Clear ആണ്. ക്ലിയർ ആണ്. Then anyone? വായിക്കാവോ? Teacher is teaching quietly. Teaching verb, quietly adverb. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ കുറച്ചുകൂടെ ഫ്ലുവന്റ് ആയിട്ട് ഫ്ലുവൻസിയിൽ വായിക്കുക. ടീച്ചർ ഈസ് ടീച്ചിങ് ക്വിയറ്റ്ലി അല്ലെ? നമ്മളിപ്പോ ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, അപ്പൊ വിട്ട് ഇങ്ങനെ വായിക്കല്ലേ, കുറച്ചുകൂടെ ഫ്ലുവൻസിയിൽ വായിക്കൂ. വായിച്ച് നിങ്ങൾക്ക് ഫ്ലുവൻസി കിട്ടുള്ളൂ. ഓക്കെ, ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കൂ. ഞാൻ പറഞ്ഞ ടെൻഷൻ ഒന്നും വേണ്ട, നമുക്കൊരു ഫ്രണ്ട്ലി ടോക്ക് അല്ലേ, ആരെന്ത് സംസാരിച്ചും വായിച്ചും പഠിച്ചൊക്കെ നമുക്ക് പോവാം. എന്നാലും നിങ്ങൾക്ക് പേടി പോകുള്ളൂ. Okay, വായിക്കൂ. He is speaking honestly. Honestly. He is speaking honestly. വായിക്കൂ ഒന്നുകൂടെ. Again. He is speaking honestly. He is എന്ന് പറയണ്ട. He is. കൂട്ടി വായിക്കൂ. Him, isനെ കൂട്ടി വായിക്കൂ. He is. He is speaking honestly. His എന്ന് വായിക്കരുത്. He is. അപ്പൊ നീട്ടരുത്. He is speaking and he is speaking. ആ ഹീസിന്റെ കൂടെ സ്പീക്കിംഗ് കൂടെ വന്ന ഹീസ് സ്പീക്കിംഗ്. He's speaking honestly. He's speaking honestly. Speaking verbum, honestly adverbum. അവിടെ honestly എച്ച് നമ്മ യൂസ് ചെയ്യില്ല. ഓക്കെ, എച്ച് സൈലന്റ് ആണ് അവിടെ. honestly അവിടെ honestly. Yes ma'am. Okay, clear. Next. Then anyone? They are giving equally. Sound clear കുറച്ച് സൗണ്ടിൽ വായിക്കാവോ? They are giving equally. They are giving equally അല്ലേ? They are giving equally. Okay, പറയൂ. Verbum equally adverbum. Okay, then She is dressing nicely. she's dressing nicely അല്ലേ? She's dressing nicely. Okay, പറയൂ. Dressing is an action. Nicely adverb. Okay, then I need him urgently. Need verb, urgently adverb. Okay.
ഇതിന്റെ കൂടെ നമുക്ക് അഡ്ജക്റ്റീവ് പറഞ്ഞു പോകാം. അഡ്ജക്റ്റീവിന് സെപ്പറേറ്റ് നോട്ട് അല്ല, ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അഡ്ജക്റ്റീവ് നോട്ട് ചെയ്യാൻ അഡ്ജക്റ്റീവ് നോട്ട് ചെയ്യാൻ തരാമല്ലേ? മാം, പറയൂ. അഡ്വർബില് ഓൾമോസ്റ്റ് എല്ലാം ലാസ്റ്റ് അല്ലേ? എന്തോ അഡ്വർബില് ഓൾമോസ്റ്റ് എല്ലാം എൽവൈലല്ലേ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്? അതെ, പക്ഷെ അതില് അങ്ങനെ കുറച്ച് അഡ്വർബ് ഉണ്ട്, കുറച്ച് അല്ലാത്തതുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് നോട്ട് എടുക്കലാണ്, നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. She is driving carefully. Yeah. Okay. He completely work. എന്തോ He completely work. She completely the work. അങ്ങനെ പറയൂ. സെന്റൻസ് റോങ് അല്ലേ? ഷീസ് വർക്കിംഗ് കംപ്ലീറ്റ്ലി എന്നല്ലേ പറയാ? ഷീസ് വർക്ക് കംപ്ലീറ്റ്ലി. She is work completely. Yeah, she's working work completely. Okay, എല്ലാവരും നോട്ട് എടുക്കുക. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാം എൽവൈയിലാണ് വരുന്നതെന്ന് അല്ലേ? എന്നിട്ട് ഞാൻ പറയുന്ന പോലെ എഴുതണേ. ഹൗ ഒരു 4 ടേബിള് വരുന്ന രീതിയിൽ എഴുതാം, ഹെഡിങ് ആയിട്ട് എഴുതാം. ഓക്കെ, പറയട്ടെ? എടുത്തില്ല, എല്ലാവരും നോട്ട് എടുത്തില്ലേ? റെഡിയാണോ? എഴുതാൻ റെഡിയാണോ? പറഞ്ഞോളൂ മാം. ഓക്കെ, യാ. ഫസ്റ്റ് ഹൗ, ഫസ്റ്റ് ഹെഡിങ് ഹൗ. ഹൗ സ്ലാഷ് മാനർ എന്ന് പറഞ്ഞാൽ മാനർ, MANNER, മാനർ. manner, how slash manner. Okay, then second one, when slash time, when slash time. when slash time എന്നാണോ പറഞ്ഞ മാം? ടൈം, സമയം, എപ്പോൾ, സമയം. ഓക്കെ, ഇതൊക്കെ സെയിം റോയിലല്ലേ എഴുതേണ്ടത്? സെയിം റോ അല്ല, നമ്മൾ 4 ടേബിൾ, ഒരു 5 ടേബിൾ ആയിട്ട് എഴുതാം. 5 ടേബിൾ നിങ്ങളുടെ സൗകര്യത്തിന് എഴുതാം. ഹെഡിങ് ആണിത്. ഓക്കെ, ആഡ്വേർബിനേക്ക് നമ്മൾ എപ്പോഴൊക്കെ എന്തൊക്കെയാ വരിക എന്നാണ് പറയാ. ഓക്കെ, അതായത് ഹൗ, മാനർ, വെൻ ഇതൊക്കെ വെവ്വേറെ കള്ളികളിൽ എഴുതണം. അതെ. ഓക്കെ, എഴുതിയില്ലേ? തേർഡ് വൺ പറയട്ടെ, ഹെഡിങ്. പറഞ്ഞോളൂ മാം. വേർ പ്ലേസ്, എവിടെ, സ്ഥലം. വേർ സ്ലാഷ് പ്ലേസ്. ഒന്നുകൂടി പറയാം മാം, കറക്റ്റ് മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യാം, വെയിറ്റ് ചെയ്യും. നിങ്ങളിപ്പോ ഹൗ എഴുതിയില്ലേ? ഹൗ മാനർ, ഹൗ സ്ലാഷ് മാനർ എഴുതിയില്ലേ? അതിന് താഴെ ഞാൻ പറയുന്ന സെന്റൻസ് എഴുതാ, വേർഡ്സ് എഴുതാ. ഓക്കെ മാം. ലൗഡ്ലി, ഒച്ചത്തിൽ, ലൗഡ്ലി, LOUDLY, ലൗഡ്ലി. ക്വിക്ലി, വേഗത്തിൽ, ക്വിക്ലി, carefully, ശ്രദ്ധയോടെ, carefully.
easily, easily, loudly, quickly, carefully, easily, easily, beautifully, beautifully, softly, soft, softly, S-O-F-T-L-Y, softly. Okay, Okay, ma'am. okay. കുറച്ച് അല്ലാതെയും ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് സിമ്പിൾസ് കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളത്. അപ്പൊ ഇതെല്ലാനും നമുക്ക് എങ്ങനെ ഈ മാനർ എന്നൊക്കെ വരുമ്പോ അതിൽ വരും. ഓക്കെ, Okay. വെൻ സ്ലാഷ് ടൈം അതിന്റെ താഴെ എഴുതാം. വെൻ സ്ലാഷ് ടൈം അതിന് താഴെ ആഫ്റ്റർ, 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 നൗ, നൗ ഇപ്പോൾ, നൗ, ബിഫോർ മുൻപ്, ബിഫോർ, ആഫ്റ്റർ, നൗ, ബിഫോർ, today, today, after, now, before, today, tomorrow, today, tomorrow. ഇതുപോലത്തേക്ക് എന്താ എപ്പോഴാണ് ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആഡ്വേർബ് ആയിട്ട് വരും. ഓക്കെ, എഴുതാം. അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് വേർ സ്ലാഷ് പ്ലേസ്. ഹെഡിങ് ആണ് വേർ സ്ലാഷ് പ്ലേസ്, വേർ സ്ലാഷ് പ്ലേസ്. ഇതിന് താഴെ എഴുതാം. അതിന് താഴെ ഔട്ട്സൈഡ്, ഔട്ട്സൈഡ്, ഇൻസൈഡ്, outside, inside, anywhere, 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 somewhere, outside, inside, anywhere, somewhere, here, here, there, T-H-E-R-E, there. Okay, ഇതെല്ലാം പ്ലേസ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ ആഡ്വേർബ് ആയിട്ട് വരും. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞു എല്ലാവരും? Okay, ma'am. കഴിഞ്ഞു. Then fourth one ഹെഡിങ് ഏതാ? ഫ്രീക്വൻസി. ഫ്രീക്വൻസി, F-R-E-Q-U-E-N-C-Y, F-R-E-Q-U-E-N-C-Y, ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിൽ താഴെ എഴുതാ ഓൾവേസ്, always, usually, always, usually, often. Often means often, O-F-T-E-N, often, O-F-T-E-N, often. Sometimes, then sometimes. Okay. Okay, ma'am. Then fifth one ഏതാ? ഡിഗ്രി. ഡിഗ്രി, adverb of degree. ഇതൊക്കെ adverbs ആണ്. adverb of degree, degree, D-E-G-R-E-E, degree. അതിന് താഴെ എഴുതാ almost, almost, so, S-O, so. കാരുണ്യ എന്തോ പറഞ്ഞോളൂ. മാം, ഓൾമോസ്റ്റിന്റെ ഒപ്പം തന്നെയാണോ സോ വരുന്നത്? ഓൾമോസ്റ്റ് താഴെ സോ. നെക്സ്റ്റ് വേർഡ് ആണ് സോ, S-O, S-O ആണ്, S-O, S-O. ലിറ്റിൽ,
then little. Little. ലാസ്റ്റ് എന്താ പറഞ്ഞ മാം? ഡിഗ്രീസിലാണ്. ഡിഗ്രി ഹെഡിങ്ങില് താഴെ എഴുതുക ഓൾമോസ്റ്റ്, സോ, ലിറ്റിൽ ചെറുത്, ലിറ്റിൽ, ജസ്റ്റ്, ജസ്റ്റ്, JUST, just, then only, 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 really, 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 completely, then completely, അടുത്തത് completely, completely, deeply, deeply, deep ആയിട്ട്, deeply, 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 then most, 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 then much, 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 then very, 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 then hardly, hard work, hardly എന്നല്ല, hard ആയിട്ട്, hardly, 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 then indeed, 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 okay. Okay, ma'am. മാനർ ഇല്ലേ, നമ്മ ആദ്യം എഴുതില്ല മാനർ, ഹൗ മാനർ, അതിൽ താഴെ രണ്ട് വേർഡ് കൂടെ എഴുതാ, എഫിഷ്യന്റ്ലി ആൻഡ് ഫാസ്റ്റ്. എഫിഷ്യന്റ്ലി, എഫിഷ്യന്റ്ലി, EFFIENTLY, എഫിഷ്യന്റ്ലി. അഥവാ ഫാസ്റ്റ്, ഫാസ്റ്റ്. അപ്പോ എല്ലാരും ഫാസ്റ്റർ എന്നാണോ മാം പറഞ്ഞ? ഫാസ്റ്റ്, 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 FAST, ഫാസ്റ്റ്, സ്പീഡ്, ഫാസ്റ്റ്. അപ്പോ എല്ലാരും എഴുതിയില്ലേ? യെസ് മാം. യെസ്. ഇതെല്ലാനും ആഡ്വേർബ് ആണ്. ഇപ്പൊ ഇതെല്ലാം ആഡ്വേർബ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? LY വേർഡ് LYയിൽ അവസാനിക്കുന്ന മാത്രമല്ല ആഡ്വേർബ് എന്ന്. ഇതെല്ലാനും ആഡ്വേർബ്സ് ആണ്. ഓക്കെ. എക്സാമ്പിൾ എഴുതി. He ate sandwich quickly. He ate. Ate കഴിക്കുക. Ate. 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 He ate the sandwich quickly. 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 ഇവിടെ adverb ഏതാ? Quickly. Quickly. അപ്പൊ ഏതാ വരെ? ക്വിക്ലി ഏതാ? ഏത് adverb ആണ്? പറയോ ഏത് adverb ആണ്? മാനർ അല്ലേ? ഹൗ അല്ലെങ്കിൽ മാനർ ആണ്. ഓക്കെ. Then next example എഴുതൂ. Simi went to the beach yesterday. Simi went to the beach yesterday. Simi went to the beach yesterday. ടീച്ചറെ വെണ്ണല്ലെങ്കിൽ Went.
Simi went to the beach yesterday. സിമി ഇന്നലെ ബീച്ചിൽ പോയിരുന്നു എന്നാ പറയുന്നേ. സിമി വെന്റ്, WENT, വെന്റ് ടു ദ ബീച്ച് yesterday. ഇവിടെ ആഡ്വേർബ് ഏതാ? yesterday. ആഡ്വേർബ് ഏതാ? Yesterday. yesterday. അവിടെ ഇപ്പൊ ഏത് ആഡ്വേർബ് ആണ്? when or When or time. When or time. Yeah, okay, clear. Then the next example do. The children sat there quietly. Sat. ഇരിക്കുക. Sat. 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 There. അവിടെ. There. Quietly. ടീച്ചറെ Yeah. അത് ടീച്ചറെ വല്ല സ്റ്റുഡൻസിന്റെ നമ്പർ ഒന്ന് തരുമോ? ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനൊക്കെ ആയിട്ട്. അയ്യോ എനിക്കറിയില്ല. Sorry. സ്റ്റുഡൻസിന്റെ ആണോ? ആ അത് ഞാൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം പിന്നീട് സംസാരിക്കാം. ഓക്കെ. Okay. Example എഴുതൂ. The children sat there quietly. എന്താ? കുട്ടികൾ അവിടെ ക്വൈറ്റ് ആയിട്ട് ഇരുന്നു അല്ലെ, ഇരിക്കുകയാണ് അല്ലേ? ഇവിടെ ഏതാ ആഡ്വേർബ് ഏതാ? അറിയോ? Quietly. ക്വൈറ്റ്ലി മാത്രമേ ഉള്ളൂ അവിടെ ആഡ്വേർബ് ആയിട്ട്. രണ്ടെണ്ണം ഉണ്ട്. ദയറും ക്വൈറ്റ്ലിയും അവിടെ ആഡ്വേർബ് അല്ലേ? അപ്പൊ എന്താ ദയർ? എന്താ അത് ഏത് ആഡ്വേർബ് ആണ്? ദയർ പ്ലേസ് ആണ്. ക്വൈറ്റ്ലി എന്ന് പറയുന്നതോ How manner. ഹൗ ആണ്. ഓക്കെ, അപ്പൊ സെന്റൻസിൽ രണ്ട് ആഡ്വേർബ്സ് ഉണ്ട് അല്ലെ, ദയർ ആൻഡ് ക്വൈറ്റ്ലി. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോ ഒന്നില്ലെങ്കിൽ അവിടെ അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, ആഡ്വേർബ് ഏതാണെന്ന് അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് വെക്കുക. Then example എഴുതൂ. The movie is starting now. The movie is starting now. സിനിമ ഇപ്പോ തുടങ്ങും. The movie is starting now. അവിടെ ഏതാ ആഡ്വേർബ് ഏതാ? Now ആണ് അല്ലെ? Now ആണ് അവിടെ ആഡ്വേർബ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതൂ. They go to the beach. They go to the beach. They go to the beach every week. They go to the beach every week. പിന്നെ നിങ്ങള് സോറി, ആ ഫ്രീക്വൻസി എഴുതിയ ഫ്രീക്വൻസിന് താഴെ എവരി എഴുതാ. എവരി, കാരണം നമുക്ക് എവരിഡേ വരും, എവരി വീക്ക് വരും അല്ലേ? അപ്പോ എവരി എഴുതാ. ഫ്രീക്വൻസിന് താഴെ ഒരു വേർഡ് കൂടെ ആഡ് ചെയ്യാം, എവരി. ചെയ്തോ? yes ma'am. എക്സാമ്പിൾ എഴുതിയോ എല്ലാവരും? Yes. അതില് പറയൂ, ആഡ്വേർബ് ഏതാണ്? Every week. അപ്പൊ Frequency. ഫ്രീക്വൻസി ആണ് അവിടെ. അപ്പൊ എവരി വീക്ക് എന്താ ആഡ്വേർബ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതൂ. എങ്ങനെയോ എഴുതാം. എവരി വീക്ക് ഒന്ന് ഫുൾ അണ്ടർലൈൻ ചെയ്യാം, എവരി ആയാലും മതി. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി ചെയ്യാം. ഓക്കെ, കാരണം അവര് എല്ലാ ആഴ്ചയിലും ബീച്ചിൽ പോകുന്നുണ്ടെന്നല്ലേ പറയാം. അപ്പൊ അവിടെ എന്താ ഒരു ഫ്രീക്വൻസി ആണ് അല്ലെ, എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട് അല്ലെ? അപ്പൊ അതെന്താ ഫ്രീക്വൻസി ആണ് അല്ലെ? ഫ്രീക്വൻസിയുടെ മീനിങ് എല്ലാവർക്കും അറിയില്ലേ? അറിയാം. ആവൃത്തി അല്ലെ? ആവൃത്തി എന്ന് പറയുന്നത് എന്തോ? ഓഫണും സംടൈംസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേട്ടില്ല.
ഓപ്പൺ ആൻഡ് സംടൈംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓഫണും സംടൈംസ്. ഓഫണും സംപേറും. ഓക്കെ, ഓഫൺ എന്താ? പലപ്പോഴും. എഴുതിക്കോ, മീനിങ് എഴുതി വെച്ചേക്ക്. പലപ്പോഴും. ഓഫൺ മീൻ പലപ്പോഴും. ഓഫൺ പലപ്പോഴും. സംടൈം എന്താ? ചിലപ്പോൾ, അല്ലേ? സംടൈം മീൻസ് ചിലപ്പോൾ. ഓക്കെ, എഴുതിയില്ല എല്ലാവരും? ഓഫൺ പലപ്പോഴും, സംടൈംസ് ചിലപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ പറയട്ടെ. Yes, ma'am. എഴുതി കഴിഞ്ഞില്ല എല്ലാവരും? യെസ് മാം, കഴിഞ്ഞു, പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഡോഗ്സ്. ഡോഗ്സ് പട്ടികൾ. ഡോഗ്സ് don't usually walk backward. Dogs don't usually walk നടക്കുക. Dogs don't usually walk backwards. പുറകോട്ട്, backwards. BACKWARDS, backwards. Dogs don't usually walk backwards. എന്താ സെന്റൻസിന്റെ മീനിങ് എന്താ? പട്ടികൾ പുറകേക്ക്, സാധാരണയായി പട്ടികൾ പുറകേക്ക് നടക്കാറില്ല. അവിടെ എന്താ? യൂഷ്വലി ആണ്. യൂഷ്വലി ആണ്. അതെന്താ? ഏത് അഡ്വേർബ് ആണ്? ഫ്രീക്വൻസി ആണ്. അപ്പോ അഡ്വേർബ് ഇതൊക്കെ മനസ്സിലായില്ലേ? എങ്ങനെയൊക്കെയാ വരിക, എവിടേക്ക് വരും എന്നൊക്കെ മനസ്സിലായില്ല ഇപ്പോ? യെസ് മാം, മനസ്സിലായി. ക്ലിയർ. ഓക്കെ, ആഡ്വേർബില് ഇവിടെ കമ്പാരിറ്റീവ് ആഡ്വേർബ് ഉണ്ട്, സൂപ്പർലേറ്റീവ് ആഡ്വേർബ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നോക്കിയേ, സ്ക്രീനിൽ നോക്കിയേ. ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ആഡ്വേർബ് ആണ്. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് ആഡ്വേർബ് എന്ന് പറയുന്നത് എന്താ? ഫാസ്റ്റർ ആണ്. ഫാസ്റ്റർ. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റസ്റ്റ് ആണ്. ഓക്കെ, ലേറ്റ് ആണെങ്കിലോ? ലേറ്റർ, ലേറ്റസ്റ്റ്, അല്ലെ? കമ്പാരിറ്റീവിൽ എന്താ? ER എപ്പോഴും ചേരും, അല്ലെ? ചിലത് മാത്രമേ ER. High, higher, highest. Hard, harder, hardest. Much, more, most. Long, longer, longest. Good, better, best. Beautiful, more beautiful. അല്ലേ? Beautiful എന്താ? കമ്പാരിറ്റീവ് വരുമ്പോ more beautiful ആവും. സൂപ്പർലേറ്റീവിലോ most beautiful ആവും. ഓക്കെ, കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് മനസ്സിലായോ? യെസ് മാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു എക്സാമ്പിൾ പറയട്ടെ. Sarah works harder than Tom. Sarah works harder than Tom. Sarah works harder than Tom. ടോമിനേക്കാൾ എന്താ? സാരയാണ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക്. ഓക്കെ, സാര വർക്ക് ഹാർഡർ ദാൻ ടോം. എഴുതിയോ? യെസ് മാം. ഇതപ്പോ ഏത് അഡ്വേർബ് ആയിരിക്കും? കമ്പാരിറ്റീവ്. കമ്പാരിറ്റീവ് ആണ്, അല്ലേ? ബിക്കോസ് അവിടെ എന്താ? ഹാർഡർ വന്നു, അല്ലെ? ഹാർഡർ. അപ്പോ അത് സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അവിടെ എന്താ വരാ? ഹാർഡസ്റ്റ്. ഹാർഡസ്റ്റ് ആ വരാ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതി. കമ്പാരിറ്റീവില് എപ്പോഴും ഒരു കമ്പയർ ഉണ്ടാവും, അത് ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നിനേക്കാൾ നല്ലതാണ് മറ്റൊന്ന്, കമ്പയർ ചെയ്യും. അതാണ് എപ്പോഴും കമ്പാരിറ്റീവില് വരിക. ഓക്കെ, അതറിയാലോ. കമ്പയർ എന്ന് പറയും, കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ കമ്പയർ ആയിട്ട് ചിന്തിക്കുക. അതുമല്ല, ഇവിടെ ഹാർഡർ എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും ഇത് കമ്പാരിറ്റീവ് ആണ് എന്ന്. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതിയേ. ട്രക്ക്, ലോറി മീൻ എന്ന് പറയാം. ട്രക്ക്. The truck
Moved, moved. The truck moved more slowly than the car. The truck moved more slowly than the car. കാറിനേക്കാൾ എന്താ കുറച്ചുകൂടെ സ്ലോവിലാണ് ട്രക്ക് മൂവ് ചെയ്യുക. The truck moved more slowly than the car. അപ്പൊ ഇത് ഏത് വേർബാ? കമ്പാരിറ്റീവ്. അപ്പൊ സൂപ്പർലേറ്റീവ് എന്താ വരിക? മോസ്റ്റ് സ്ലോലി. മോസ്റ്റ് സ്ലോലി ആ വരാ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ. My sister always runs run ഓടുക. Always runs faster than me. My sister always runs faster than me. My sister always runs faster than me. എന്താ അവിടെ ഏതാ പറയൂ? കമ്പാരിറ്റീവ് ആണല്ലേ. അപ്പോ സൂപ്പർലേറ്റീവ് എങ്ങനെയാ വരാ? ഫാസ്റ്റസ്റ്റ് ആണ്. മാം ഈ സെന്റൻസിൽ രണ്ടെണ്ണം ഇല്ലേ അല്ലെ അഡ്വേർബ് വരുന്നത്? ഓൾവേസ് അല്ലേ പറഞ്ഞേ. നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അഡ്വർബ് എന്താന്ന് മനസ്സിലാക്കല്ലോ. മാം അതേപോലെ നമ്മള് രണ്ട് അഡ്വേർബ് ഒരു സെന്റൻസിൽ വരുവാണെങ്കിലേ പിന്നെ ഫസ്റ്റ് വണ്ണിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിങ്ങൾക്കിപ്പോ ഇവിടെ ഓൾവേസിനെയൊക്കെ നമുക്ക് സൂപ്പർലേറ്റീവ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓൾവേസിന് സൂപ്പർലേറ്റീവ് ഒരു വെർബ് എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഇല്ല. ശരിയല്ലേ? ഫാസ്റ്റിനൊക്കെ അല്ലേ അങ്ങനെ സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് എന്നൊക്കെ വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇവിടെ ഇപ്പൊ ഈ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഫാസ്റ്റിനാണ് എന്താ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളേ അല്ലേ? അത് മാത്രമല്ല, ഇതെന്താ ഇവിടെ കമ്പയർ ആണ് ചെയ്യുന്നത് അല്ലെ? കമ്പയർ അല്ലേ ചെയ്യുന്നേ? അപ്പൊ അതെന്താ, അത് കമ്പാരിറ്റീവ് അല്ലേ? അതെ. അല്ല, നമ്മളെ രണ്ട് അഡ്വർബ് വരുവാണെങ്കിൽ അതില് ഫസ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക റൂള്? ഇല്ല, അങ്ങനെ റൂളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. അതിന് കുറച്ചും ഇമ്പോർട്ടന്റ്. ഓക്കെ മാം. നെക്സ്റ്റ് example idea. Sam listens most carefully. Sam listens most carefully. മാം ഒന്നുകൂടെ പറയൂ സെന്റൻസ്. Sam listen ശ്രദ്ധിക്കുക, ലിസൺ ചെയ്യുക. LISTENS listen. LISTENS listens s വരെ LISTENS listens most carefully. ഇത് ഏത് അഡ്വർബാ? സൂപ്പർലേറ്റീവ്. Okay, then he is the tallest student in the class. He is the tallest ഉയരം കൂടിയ tallest student in the class.
ഓക്കെ, എഴുതിയോ? യെസ് മാം. അപ്പൊ ഇതേതാ? സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ്. ഓക്കെ, സോറി, എക്സാമ്പിൾസ് മിസ്റ്റേക്ക് ആണേ. ഇത് ആഡ്വേർബിന്റെ സൂപ്പർലേറ്റീവ് അല്ല, സോറി, അഡ്ജക്റ്റീവിന്റെ സൂപ്പർലേറ്റീവ്. സോറി ട്ടോ, മിസ്റ്റേക്ക് ആണ്. ആ സെന്റൻസ് ആഡ്വേർബിന്റെ അല്ല, വെട്ടിക്കോളൂ ട്ടോ. മനസ്സിലായില്ല മാം. നിങ്ങളിപ്പോ എഴുതിയ 2 എക്സാമ്പിൾസ് ഇല്ലേ? ഏതാ? മോസ്റ്റും ടോളസ്റ്റും, മോസ്റ്റും ടോളസ്റ്റും. ഇപ്പൊ അവസാനം എഴുതിയ 2 എക്സാമ്പിൾസ് തെറ്റാണ്, വെട്ടിക്കോളൂ. ഇത് സൂപ്പർലേറ്റീവ് അല്ല, എനിക്ക് തെറ്റിപ്പോയതാ. സൂപ്പർലേറ്റീവ് അല്ല, സൂപ്പർലേറ്റീവ് അഡ്വേർബ് അല്ല. ഓക്കെ, അതെന്താ മാം അങ്ങനെ വന്നേ? അത് അഡ്ജക്റ്റീവ് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് അഡ്ജക്റ്റീവ് ആണ്, അത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? നമ്മളിപ്പോ പഠിക്കുന്ന ഏതാ? സൂപ്പർലേറ്റീവ് അഡ്വേർബ് അല്ലേ? അല്ലേ? യാ, ആ രണ്ടും വെട്ടണേ, മിസ്റ്റേക്ക് ഉണ്ടേ. എക്സാമ്പിൾ എഴുതിക്കോളൂ. അത് 2 വെട്ടിയില്ലേ? വെട്ടണോട്ടോ, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എന്താണ്. എക്സാമ്പിൾ എഴുതിക്കോളൂ. സാം ജംപ്ഡ് the highest. Sam jumped the highest. Jumped the highest. മാം നേരത്തെ പറഞ്ഞത് ലിസണും അത് തെറ്റാ. ആ 2 സെന്റൻസ് വെട്ടിക്കോളൂ എന്നാ ഞാൻ പറഞ്ഞത്. വെട്ടിക്കോളൂ. Sam jumped the highest. ടൈം കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് സോറി, ടൈം അറിഞ്ഞില്ല പോയത്. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ട് ക്ലാസ്? അടുത്ത ക്ലാസ്സിൽ ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാവേ. താങ്ക് യു മാം. താങ്ക് യു മാം.